അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ പേരിൽ ഈ സെന്റ് തോമസ് കോളേജിൽ പാലോക്കാരൻ സ്ക്വയറിനെ ഇന്നിവിടെ ജാഗ്രതാ സദസ്സിൻ്റെ യോഗമാക്കി തീർത്തപ്പോൾ ഇടവകകളിൽ നിന്ന് പ്രതിനിധികളായിട്ട് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളൊക്കെ സമുദായത്തോടൊപ്പം, സഭയോടൊപ്പം, രൂപതയോടൊപ്പം ഒറ്റക്കെട്ടായി ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് എത്തിച്ചേർന്ന സമുദായ അംഗങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വലിയൊരു നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാർ തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഭാരത മണ്ണിൽ 2000 വർഷത്തെ പാരമ്പര്യമുള്ള മതമാണ് ക്രൈസ്തവ മതം. അതുപോലെ നമ്മുടെ ഈ സീറോ മലബാർ സമുദായവും. അതിനാൽ ക്രൈസ്തവ മതവും സമുദായവും വിദേശ മതമോ സമുദായമോ അല്ല, ഭാരതത്തിന്റെ സ്വന്തം മതവും സമുദായവുമാണ് എന്ന് പ്രഖ്യാപിക്കാൻ അന്തസ്സോടെ പറയാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിക്ക് ജനസംഖ്യാനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് ക്രൈസ്തവർ, പ്രത്യേകിച്ചും നമ്മുടെ സമുദായം എന്ന് അഭിമാനത്തോടെ ആരുടെ മുമ്പിലും ഏറ്റുപറയാനുള്ള, പ്രഖ്യാപിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ ജാഗ്രതാ സദസ്സ്. ഈ സമുദായത്തെയും ക്രൈസ്തവരെയും പലതരത്തിൽ അവഗണിക്കുകയും വിവേചനത്തോടെ ആക്രമിക്കുകയും സമുദായം പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പൊരുതേണ്ട സാഹചര്യത്തിലാണ് സമുദായ ശാക്തീകരണ വർഷമായി 2026 സീറോ മലബാർ സഭ സിനഡ് പ്രഖ്യാപിച്ചത്. ഇതിനൊരുക്കമായിട്ടാണ് നമ്മുടെ അതിരൂപത, തൃശ്ശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും ഇതുപോലെയുള്ള ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. 145 കോടി ഭാരതീയരെ അക്ഷര വെളിച്ചത്തിന്റെ പാതയിലൂടെ നയിച്ച, ആതുര സേവനത്തിലൂടെ ആരോഗ്യം പകർന്ന് സാമൂഹ്യ സുരക്ഷയേകിയ 2.78 കോടി ക്രിസ്ത്യാനികളുടെ 2.3% ക്രിസ്ത്യാനികളുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനായിട്ടാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അവകാശങ്ങൾ ഔദാര്യമല്ല, പൗരന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ്. നാം ഇക്കാലം അത്രയും നൽകിയതും ഇപ്പോഴും തുടരുന്നതുമായ സേവനങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് നമ്മുടെ ജനസംഖ്യയ്ക്ക് 10 മടങ്ങായിട്ടുള്ള പൊതുജനത്തെയാണ് നാം സഹായിച്ചത്. നമ്മുടെ നേരെയുള്ള അവഗണന എണ്ണം കുറവാണെന്ന കണക്ക് കൂട്ടലിലാണെന്ന് ചിലപ്പോഴൊക്കെ സംശയം തോന്നിപ്പോവുകയാണ്. മൊത്തം അംഗസംഖ്യയിൽ കുറവാണ് നമ്മുടെ സമുദായം എങ്കിലും പലയിടങ്ങളിലും ജയ അപജയങ്ങൾ തീരുമാനിക്കാൻ നമുക്കാകും. ആര് വാഴണമെന്നും ആര് വീഴണമെന്നും തീരുമാനിക്കുന്നതിൽ നമുക്കും പങ്കുണ്ട്. അവകാശ ധ്വംസനങ്ങൾക്കെതിരെ നാം നയിച്ച കോളേജ് സമരം, സ്വാശ്രയ സമരം, അങ്ങനെ തുടങ്ങി എന്നീ പോരാട്ടങ്ങൾ ന്യായത്തിനും നീതിക്കും വേണ്ടിയുള്ളവ ആയിരുന്നത് കൊണ്ടാണ് പൊതുസമൂഹം നമ്മോടൊപ്പം ചേരുകയും ഈ പോരാട്ടങ്ങൾ വിജയം കാണുകയും ചെയ്തത്. ഈ സമരങ്ങളുടെ ഗുണഭോക്താക്കൾ നമ്മുടെ മക്കൾ മാത്രമല്ല, മറിച്ച് നാം പഠിപ്പിച്ച, നാം പരിചരിച്ച, നാം ശുശ്രൂഷിച്ച നാനാജാതി മതസ്ഥരായ ഈ പൊതുസമൂഹമാണ്. ഇന്നും വീണ്ടും പോരാട്ടത്തിന്റെ പാതയിലേക്ക് നമ്മെ തള്ളിവിടുകയാണ് ഭരണകർത്താക്കളും വിവിധ രാഷ്ട്രീയ നേതൃത്വവും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനായി കേരള സർക്കാർ 2020 നവംബർ 5 ഒരു കമ്മീഷൻ നിയമിച്ചു. ചുരുക്കപ്പേര് JB കോശി കമ്മീഷൻ. ഇക്കഴിഞ്ഞ ആഴ്ച നവംബർ 5 JB കോശി കമ്മീഷൻ നിയമിച്ചതിന്റെ 5ാം വാർഷികം നാം ആഘോഷിച്ചു. 2023
4,80,000 അപേക്ഷകളിലെ ആവശ്യങ്ങൾ വിലയിരുത്തി ജസ്റ്റിസ് കോശി, ജസ്റ്റിസ് ശ്രീ ക്രിസ്റ്റി ഫെർണാണ്ടസ് IAS, ശ്രീ ജേക്കബ് പുന്നൂസ് IPS എന്നിവർ ചേർന്ന് സമർപ്പിച്ച, നേരത്തെ ജോഷി മാസ്റ്റർ സൂചിപ്പിച്ച പോലെ ആ റിപ്പോർട്ട് ഇപ്പൊ എവിടെയാ? 284 ശുപാർശകൾ സർക്കാർ വകുപ്പുകൾക്ക് കൈമാറി എന്ന് പറയുന്നു. ഈ 284-ൽ 171 പൊതുസമൂഹത്തെ ബാധിക്കുന്ന വനം, തീരദേശ, കാർഷിക പ്രശ്നങ്ങളെ സംബന്ധിക്കുന്നവയും ബാക്കിയുള്ളവ ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ പിന്നോക്ക അവസ്ഥയും കുറിച്ചാണെന്ന് പറയപ്പെടുന്നു. ക്രിസ്ത്യാനികളുടെ ഈ പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഈ സർക്കാരിനെ തടയുന്നത് അല്ലെങ്കിൽ വിഷമങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. സർക്കാർ ഭയക്കുന്നത് ആരെയാ? അതോ സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മോടുള്ള ഈ ഒരു തികഞ്ഞ അവഗണനയാണോ ഇത്? നമ്മുടെ നല്ല മനസ്സിന്റെ ഫലങ്ങൾ ആസ്വദിച്ചും തരാതരത്തിൽ ചുവട് മാറ്റിവെച്ച് ചവിട്ടിയും ഒക്കെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നമിടുന്നത് 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഈ ക്രൈസ്തവരെ ഇവിടെ നിന്ന് തുരത്താനാണോ? പ്രിയമുള്ളവരെ, ജനാധിപത്യത്തിന്റെ 4 തൂണുകളാണ് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് മീഡിയ, മാധ്യമങ്ങൾ. നമ്മുടെ നിലനിൽപ്പിന് ഈ 4 തൂണുകളിലും നമ്മുടെ ആളുകൾ നിർബന്ധമായി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയാനാണ് ഈ ജാഗ്രതാ സദസ്സ്. പ്രത്യേകിച്ചും നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നാം നിൽക്കുമ്പോൾ വിവേകത്തോടും കരുതലോടും കൂടി വേണം നാം പ്രവർത്തിക്കാൻ. നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനത്തിലെ നമ്മുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചേ മതിയാവൂ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരാകുന്ന 2 പേരിൽ ഒരാൾക്ക് മാത്രം സംവരണം ലഭിക്കുമ്പോൾ സംവരണമില്ലാത്ത അല്ലെങ്കിൽ ഇതിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ 2 പേരിൽ ഇങ്ങനെ സംവരണമില്ലാത്ത നമ്മുടെ യുവാക്കളൊക്കെ ഈ മത്സരിക്കേണ്ടി വരുന്നത് മിച്ചം വരുന്ന 50% ഉദ്യോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ 50% മാത്രമേ മത്സരിക്കാൻ പോലുള്ളൂ. അതും ഈ 50%-ത്തിലാകട്ടെ സംവരണം ഉള്ളവരും നമ്മളെപ്പോലെ സംവരണം ഇല്ലാത്തവരുമായ എല്ലാവർക്കും വേണ്ടിയാണ് ഈ 50. എല്ലാവർക്കും വേണ്ടി 50% ഉള്ളൂ. ഇതിൽ 10% വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ സംവരണേതര സമുദായങ്ങൾക്കും വേണ്ടി EWS സംവരണം വന്നെങ്കിലും കാലോചിതമായി പരിഷ്കരിച്ചിട്ടില്ല ഇവ. കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെ വ്യത്യസ്തമായ നിലപാടുകൾ, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം പലതരത്തിലുള്ള വിവേചനങ്ങളാൽ വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള നമ്മുടെ കുട്ടികൾ വലയുക. ഒരു പേടി കൂടി, ഭരണമാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ EWS സംവരണം അട്ടിമറിക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ജാഗ്രതയും നമുക്കുണ്ടാകണം. നമ്മുടെ ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർക്കായി നമ്മൾ എത്ര ശതമാനം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഈ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർക്കായി സർക്കാർ ഉദ്യോഗസ്ഥർ എത്രയുണ്ടെന്ന് നോക്കിയപ്പോ ഏകദേശം 1% മാത്രമാണ് നമ്മുടെ സമുദായത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. രാഷ്ട്ര നിർമ്മിതിക്കും പൊതുജനസേവനത്തിന് മുന്നിൽ നിന്നിരുന്ന നമ്മുടെ സമുദായത്തിന്റെ അപകടകരമായ ഈ അവസ്ഥ നമുക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. സർക്കാർ സർവീസിൽ നമ്മുടെ പ്രാതിനിധ്യം കൂട്ടണമെന്നുള്ളത് നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായി വന്നിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർ IT മേഖലയും മറ്റും തിരഞ്ഞെടുക്കുന്ന നല്ലത് തന്നെ. പക്ഷേ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേഖലകളിലും നമ്മുടെ ആളുകൾ ഉണ്ടെന്ന് ഉറപ്പുവരാക്കേണ്ടതുണ്ട്. നിയമരംഗത്തും മാധ്യമരംഗത്തും മറ്റുമൊക്കെ ആളുകളും പ്രസ്ഥാനങ്ങളും നമുക്കുണ്ടെങ്കിലും ഇനിയും നമ്മുടെ സമുദായ അംഗങ്ങൾ ഈ വലിയ ലോകത്തിൽ, പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ തൂലിക ചലിപ്പിച്ചേ മതിയാകൂ.
ഒന്ന് തയ്യാറായിട്ട് ഈ മേഖലയിൽ തൂലിക ചലിപ്പിക്കാൻ, മാധ്യമങ്ങളിൽ പ്രവർത്തിക്കാൻ, നിയമരംഗത്ത് പ്രവർത്തിക്കാൻ തീക്ഷ്ണതയുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് ജാഗ്രതാ സദസ്സിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ, കേൾക്കട്ടെ. നമ്മള് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറ്. ഒരു നല്ല കയ്യടി ഇത് പോരാ. ഈ ജനാധിപത്യത്തിന്റെ 4 തൂണുകളിലും പ്രാതിനിധ്യം ഉണ്ടാക്കാൻ മാത്രമേ നമുക്ക് നമ്മുടെ ക്ഷേമം ഉറക്കാൻ പറ്റൂ. നാം വളരെയേറെ ജാഗ്രതയോടെ പ്രവർത്തിച്ചിട്ടും പരാതിപ്പെട്ടിട്ടും അപേക്ഷിച്ചിട്ടും ഇന്ന് നമുക്ക് വേണ്ടി ഉള്ള ദേശീയ ന്യൂനപക്ഷ കമ്മീഷനുണ്ട്, ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനുണ്ട്. അത് പ്രാക്ടിക്കലി പ്രവർത്തനരഹിതമാണ്. ദേശീയ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ അധ്യക്ഷന്മാര് ഇതുവരെ ഒരിക്കലും ഈ അധ്യക്ഷനായിട്ട് ഒരു ക്രിസ്ത്യാനി വന്നിട്ടില്ല. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെയും ക്ഷേമ പദ്ധതികളുടെയും അനുപാതം ജനസംഖ്യ അധിഷ്ഠിതമായി അതിനെ സംബന്ധിച്ച് ജനസംഖ്യ അധിഷ്ഠിതമായിരിക്കണമെന്ന് ഹൈക്കോടതി വിധിക്കെതിരെ നേരത്തെ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അത് വീണ്ടും അനുപാതം 80:20 ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിച്ചിരിക്കുക. എന്താണ് ഈ 20%? 20% നമുക്കുണ്ട്. 20% എന്ന് പറയുന്നത് എന്താ? എന്ന് പറയുന്നത് ക്രൈസ്തവരും മറ്റു മിക്കവാറും എല്ലാ ന്യൂനപക്ഷങ്ങളും കൂടിയിട്ടുള്ളതാണ് 20%. ഇത് വലിയ അനീതിയല്ലേ? ന്യൂനപക്ഷ യുവജന പരിശീലന പരിപാടികൾ ചില സമുദായങ്ങളുടെ ഭൂരിപക്ഷ മേഖലകളിൽ മാത്രം സ്ഥാപിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമത്തിൽ നിന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളെ ഒഴിവാക്കിയിരിക്കുന്നു. എക്കാലത്തും സർക്കാരിനും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത സമുദായത്തിന് ലഭിച്ച പ്രതിഫലങ്ങളാണ് ഈ പറഞ്ഞത്. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇത് പല പ്രാവശ്യം നമ്മൾ അഭിമന്യ പിതാക്കന്മാര് ഞാനടക്കം പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രിയൊക്കെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ അറിയിച്ചിട്ടും നീതി വളരെ അകലെയാണ്. ആമോസ് പ്രവാചകൻ പറഞ്ഞതുപോലെ നീതി ജലം പോലെ ഒഴുകുന്ന കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങളെ വിമോചന സമരത്തോട് ഉപയോഗിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്: ഒരു നവയുഗ വിമോചന സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുതെന്നാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നമുക്ക് നേരിടാൻ. ഇന്ന് ഭാരതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങൾ. ഓരോ സംസ്ഥാനങ്ങളിലും പലപ്പോഴും കേരളത്തിലുള്ള രീതിയല്ല, കേരളത്തിലുള്ള ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളല്ല കേരളത്തിന്റെ പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിലുമുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ദുരുപയോഗം ഈ ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ പ്രധാനമന്ത്രിയോട് പരസ്യമായി തന്നെ പറഞ്ഞതുപോലെ നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയാണ്. ഈ ഭരണഘടനയും മതസ്വാതന്ത്ര്യമാണ് ഇവിടെ ഹരിക്കപ്പെടുന്നത്. ഏതൊരു മതവിശ്വാസവും സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയ്ക്കെതിരായുള്ള പ്രവർത്തനങ്ങളാണവ. നിർബന്ധിത, പ്രിയപ്പെട്ടവരെ, പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തന്നെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവര് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ്. അങ്ങനെ തന്നെയല്ലേ? ഒരു തരത്തിലും നമ്മൾ നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നുമില്ല. എന്നാൽ ഇങ്ങനെ ആരോപിച്ച് പലപ്പോഴും ഉടുപ്പിട്ടൊരു കന്യാസ്ത്രീ അച്ഛനെ കണ്ടാൽ, ഒരു കുരിശ് കണ്ടാൽ, ഇങ്ങനെയെല്ലാം പലതരത്തിൽ ആരോപിച്ച് സന്യസ്തര വൈദികരെ പീഡിപ്പിക്കാമെന്ന് കരുതുന്നവര് ദൂരവ്യാപകമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒന്ന് കൈയടിച്ച് പ്രഖ്യാപിച്ചേ. ഭരണഘടന ഉറപ്പുതരുന്ന വിശ്വാസ പ്രഘോഷണ സ്വാതന്ത്ര്യം ജീവന്റെ അവസാന ശ്വാസം വരെ ഓരോ ക്രിസ്ത്യാനിയും നിറവേറ്റുമെന്ന് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം
മാമോദീസായിലൂടെ ഓരോ ക്രിസ്ത്യാനിക്കും ലഭിക്കുന്ന അവകാശവും ചുമതലയുമാണ് വിശ്വാസ പ്രഘോഷണം. ഭരണഘടന ഉറപ്പു നൽകുന്ന മറ്റൊരു അവകാശമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണം. ബഹുമാനപ്പെട്ട കോടതികളും ഇതിനുള്ള കൃത്യമായ മാർഗരേഖകൾ നൽകിയിട്ടുണ്ട്. ഇതിന് എതിരായി പ്രവർത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന ശക്തികളെ ഇക്കാലത്ത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് നിന്നതുകൊണ്ട് കുറെയൊക്കെ നമുക്ക് അവ ധൈര്യപൂർവ്വം അതിജീവിക്കുവാൻ സാധിച്ചു. എന്നാൽ ഇന്ന് ഇക്കാര്യത്തിൽ വീണ്ടും ഇതാ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ആയുധമാണ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണം. നേരത്തെ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ 2018 മുതൽ അധ്യാപകരായി സേവനം ചെയ്യുന്ന ഒട്ടേറെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്ന് വരെ സേവനത്തിലുള്ള ശമ്പളം നൽകാൻ സർക്കാർ സന്നദ്ധമായിട്ടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 16,000-ഓളം നമ്മുടെ അധ്യാപകര് ഇക്കൂട്ടത്തിൽ പെടുന്നതായി പറയപ്പെടുന്നു. സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികൾക്കും നമ്മൾ സമ്മതം നൽകിയിട്ടുണ്ട്. കോടതികൾ നിർദ്ദേശിച്ച പ്രകാരം പ്രവർത്തിക്കാൻ എന്നാൽ സർക്കാർ സന്നദ്ധമായിട്ടില്ല. ഇതോടൊപ്പം ഒരു കാര്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, എന്നാൽ മറ്റു ചില വിഭാഗങ്ങൾക്ക് സർക്കാർ ഔദാര്യപൂർവം കോടതി വിധി നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്തു. എന്ത് തരം വിവേചനമാണ് ഇവർ കാണിക്കുന്നത് എന്ന്, എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശമെന്നും തീർത്തും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ. കോടതിയിലേക്ക് പോക്കോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാവുന്ന കാര്യം ചെയ്യാതെ എന്ന് പറയുന്ന ഒരു അവസ്ഥ കോടതി വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ വലിച്ചു നീട്ടുകയാണ്. അങ്ങനെ നീട്ടുന്നത് ദോഷം ചെയ്യുക ആരൊക്കെ അധ്യാപകർക്ക് മാത്രമല്ല എന്ന് ഇത് തിരിച്ചറിഞ്ഞാൽ നന്നായി. അതുകൊണ്ട് ഇവിടെ സർക്കാരിന്റെ വല്ല പ്രതിനിധികളും ഉണ്ടെങ്കിൽ ഒരൊറ്റ അപേക്ഷ, എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പെങ്കിലും ഈ അധ്യാപക നിയമനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അധ്യാപകരെ നിയമിക്കണമെന്ന് ഈ ജാഗ്രതാ സദസ്സ് ശക്തമായി അപേക്ഷിക്കുകയാണ്. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവരാണ് ക്രൈസ്തവർ, നേരത്തെ മാസം സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ രംഗത്ത് നിന്ന്, കാർഷിക രംഗത്ത് നിന്ന്, ഹൈറേഞ്ചുകളിൽ നിന്ന്, വനമേഖലകളിൽ നിന്ന് ഓടിപ്പോകാൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ ഇതാ സാവധാനമായി നിർബന്ധിതരാകുകയാണ്. തൃശ്ശൂർക്കാരായി നമുക്കറിയാം, തൃശ്ശൂരിലെ വാണിജ്യ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന സമുദായം ആരുടെയാ? നമ്മളാ. പക്ഷെ ഇന്നത്തെ അവസ്ഥയോ, നമ്മൾ വളരെയേറെ പിന്നോക്കം പോയിരിക്കുന്നു. നമ്മൾ പിന്തള്ളപ്പെടുകയാണ്. കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ ചെറുകിട കച്ചവടക്കാരുടെ സ്ഥിതി അതിദയനീയമാണ്. കേരളത്തിൽ വ്യവസായ രംഗത്തേക്ക് ഇറങ്ങാൻ ഭയപ്പെടേണ്ട അവസ്ഥയിലായി. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇന്ന് ക്രൈസ്തവരുടെ ന്യൂനപക്ഷാവകാശങ്ങൾ പലതും നിഷേധിക്കപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷാവകാശികൾ ഇല്ലാതാക്കാൻ ന്യൂനപക്ഷങ്ങളെ, ഈ ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ തമസ്കരിക്കാനുമുള്ള ശ്രമങ്ങൾ അധികാരപക്ഷത്തിൽ നിന്ന് അടക്കം നടന്നുകൊണ്ടിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. ന്യൂനപക്ഷ അവകാശമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണകൂട അധിനിവേശത്തിന്റെ സൂചനകൾ ദിവസേന എന്നവണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രാർത്ഥന എങ്ങനെ നടത്തണം? നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ്. ചില മന്ത്രിമാരുടെയൊക്കെ പ്രസ്താവനകൾ കേട്ടല്ലോ. പ്രാർത്ഥനകൾ എങ്ങനെയാണ്? യൂണിഫോമിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള കയറ്റം നമുക്ക് ചെറുക്കേണ്ടതാണ്. ഇനി ചർച്ച് ആക്ട് മുതലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സഭാ സ്വത്തുക്കൾ കൈയടക്കാൻ പോലുള്ള നിയമനിർമ്മാണം നടത്തി അവസരം പാത്തിരിക്കുന്നവരാണ് ചിലർ. പാത്തിരിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാതെ വയ്യ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാരണവന്മാരുടെ വിയർപ്പിന്റെ ഫലമാണ് നമ്മുടെ സഭാ സ്വത്തുക്കൾ. അവ സംരക്ഷിക്കുവാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന് ഈ ജാഗ്രത സദസ്സ് നല്ല കയ്യടിയോടെ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുക.
കച്ചവട താല്പര്യങ്ങളോടെ ഞങ്ങളുടെ യുവജനങ്ങളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഴിതെറ്റിക്കുന്ന ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്ന മാഫിയ സംഘങ്ങളെ ക്രിസ്തു എടുത്ത ചാട്ടവാർ കൊണ്ട് വീണ്ടും ആ ചാട്ടവാർ എടുക്കേണ്ടി വന്നാൽ ചാട്ടവാർ എടുക്കുമെന്നും കൂടി നമുക്ക് പറയാൻ തന്നെ ആഗ്രഹിക്കുക. കർഷകനും ചെറുകിട കച്ചക്കാർക്ക് ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ തൊഴിൽ നിയമങ്ങളും ഭൂനിയമങ്ങളും കാലോചിതമായി പരിഷ്കരിച്ചേ മതിയാവൂ. പരിസ്ഥിതിയുടെ പേരും പറഞ്ഞ് മനുഷ്യന് കുരുതി കൊടുക്കുന്ന നിയമങ്ങൾ മാറ്റേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാറ്റിയില്ലെങ്കിൽ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്താൻ ജനങ്ങൾ നിർബന്ധിതരാകും. പലവിധ കാരണങ്ങൾ പറഞ്ഞ് അവഗണിക്കുകയും പിന്തള്ളുകയും ചെയ്യുന്ന നമ്മുടെ സമുദായത്തിന്റെ ആവശ്യങ്ങൾ, അവ സ്കോളർഷിപ്പുകളുടെ കാര്യത്തിലാകട്ടെ, ധനസഹായങ്ങളുടെ ക്ഷേമ പദ്ധതികളുടെ കാര്യങ്ങളാകട്ടെ, അധ്യാപകരുടെ പ്രശ്നങ്ങളാകട്ടെ, ന്യൂനപക്ഷ അവകാശങ്ങളാകട്ടെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം അതിജീവിക്കുവാൻ ഒരൊറ്റ മാർഗമേ നമുക്കിപ്പോൾ ഉള്ളൂ. നമ്മൾ ഉത്തമ സമുദായ ബോധത്തോടുകൂടി ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ചു നിൽക്കും. ശത്രുതാപരമായി പെരുമാറുന്നവർക്കെതിരെ ചെറുത്തു നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഇതാ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് നമുക്ക് ഒന്നിച്ചുകൂടി ഒരു നല്ല കയ്യടിയോടെ സമൂഹത്തിൽ മേൽ പ്രതികരിക്കാമോ? ഞാൻ ചുരുക്കുക, നമുക്ക് ഒന്നിച്ച് ഉറക്കം വെടിഞ്ഞ് പൂർവാധികം ഊർജ്ജസ്വലതയോടുകൂടി ഉയർത്തെഴുന്നേൽക്കാം. ഒരു വിശ്വാസ സമൂഹം, ഒരു ന്യൂനപക്ഷ സമുദായം എന്ന നിലയിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിച്ച് താമസം വിന പ്രതികരിക്കാൻ നമുക്ക് സജ്ജരാകാം. നമ്മുടെയും കൂടി നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങൾ നമുക്ക് മേൽ അവഗണന തുടരുകയാണെങ്കിൽ, നമ്മുടെ യുവജനങ്ങൾക്കുള്ള അവസരങ്ങൾ നിഷേധിച്ച് അവരെ പ്രവാസത്തിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും. ഒറ്റക്കെട്ടായുള്ള ചെറുത്തുനിൽപ്പിലൂടെ വിജയം കൈവരിക്കാനാകുമെന്ന് പൂർവികരും നമ്മുടെ ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നു. സഭയും ലോകവും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ല, ലോകത്തിന്റെ മൂല്യക്രമങ്ങളല്ല പിന്തുടരുന്നതെങ്കിലും സഭ ലോകത്തിലാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സഭയും സഭയുടെ സമൂഹത്തിന്റെ മുഖമായ സമുദായവും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചു പറമ്പിൽ ഇവിടെയുണ്ട്. സമുദായ സംഘടന ശക്തമായി നിൽക്കണം, ഉയർത്തെഴുന്നേൽക്കണം, പ്രതികരിക്കണം, ചെറുത്തു നിൽക്കണം, ആവശ്യപ്പെടണം. അതുകൊണ്ട് സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന് ഈ ജാഗ്രതാ സദസ്സ് ഒരു നല്ല കയ്യടി കൊടുത്തേ കേൾക്കട്ടെ. സമൂഹത്തിന്റെ ഏത് സ്ഥാനത്തിലുള്ളവരും അവരെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഈ ജാഗ്രത സദസ്സ് പറയുന്നു, കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വം അടക്കം ഏത് നിലയിലുള്ളവരും ഞങ്ങളെയും കേൾക്കണം, ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ മനസ്സിലാക്കി അവ നടപ്പിലാക്കണം എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമുദായ ബോധത്തോടെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. പഴയ നിയമത്തിലെ പ്രവാചകനായ നെഹേമിയ ഇസ്രായേൽ ജനത്തോട് നമുക്ക് ജെറൂസലമിന്റെ മതിൽ പണിയാം എന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളോട് പറയട്ടെ, നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ സമുദായത്തെ വളർത്താം. അതുവഴി സഭയെയും സമുദായ സംഘടനകളെയും കേരളത്തെയും ഭാരതത്തെയും നമുക്ക് ഒറ്റക്കെട്ടായി നമ്മുടെ നാടിനെ, നമ്മുടെ സമുദായത്തെ, നമ്മുടെ രാഷ്ട്രത്തെ ഒറ്റക്കെട്ടായി നിന്ന് വളർത്താം, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. ഈ ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.